നമുക്ക് പറയാനുള്ളത് കൊറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കൊറിയോളിസ് ഫോഴ്സ്, എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരാൾ റെസ്റ്റ് ഫ്രെയിമിലാണ്, ഒരാൾ നോൺ ഇനേഷ്യൽ ഫ്രെയിമിലാണ്. രണ്ടുപേരും ഒരു ഫോഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇനേഷ്യൽ ഫ്രെയിമിലുള്ള ആൾക്ക് നമ്മുടെ റെസ്റ്റ് ഫ്രെയിമിലുള്ള ആളുടെ സ്പീഡ് ഫോഴ്സ് അല്ല തോന്നുക, അത് ചില വേരിയേഷൻസ് ഉണ്ടാകും. ഈ വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്യൂഡോ ഫോഴ്സുകൾ ആഡ് ചെയ്യും. അപ്പോൾ നോൺ ഇനേഷ്യൽ ഫ്രെയിമിൽ നിൽക്കുന്ന ആൾക്ക് സ്യൂഡോ ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ സിറ്റുവേഷൻ, ഒരാൾ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്, അതായത് അയാൾ നോൺ ഇനേഷ്യൽ ഫ്രെയിമിലാണ്, വേറെ ആൾ റെസ്റ്റ് ഫ്രെയിമിലാണ്, രണ്ടുപേരും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നോൺ ഇനേഷ്യൽ ഫ്രെയിമിൽ ആൾക്ക് സ്യൂഡോ ഫോഴ്സിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇയാൾക്ക് ആഡ് ചെയ്യേണ്ടി വരുന്ന സ്യൂഡോ ഫോഴ്സുകൾ ഏതൊക്കെയാണ്, ഇയാൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ ഏതൊക്കെ സ്യൂഡോ ഫോഴ്സിൽ ആഡ് ചെയ്യണം എന്നാണ് നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ സിറ്റുവേഷനോട് കടന്നു വരാം. രണ്ടാളുകൾ നിൽക്കുകയാണ്, ഒരാളാണ് എസ്, ഇയാൾ റെസ്റ്റ് ഫ്രെയിമിലാണ്. അടുത്ത ആളാണ് എസ് ഡാഷ്, ഇയാൾ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഒമേഗ ഫ്രീക്വൻസിയിൽ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഒരു സാധനം കറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ലീനിയർ വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയാണ് v ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. അറിഞ്ഞല്ലേ? അതെ, ഒമേഗ ക്രോസ് ആർ. അതിനുള്ള വെലോസിറ്റിയാണ് v ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. അപ്പോൾ എല്ലാറ്റിന്റെ വെലോസിറ്റി, കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന സാധനത്തിന്റെ വെലോസിറ്റി ഉണ്ടായിരിക്കും. അതാണ് v ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. അപ്പോൾ എസും നിൽക്കുന്നുണ്ട്, എസ് ഡാഷും നിൽക്കുന്നുണ്ട്. എസ് റെസ്റ്റ് ഫ്രെയിമിലാണ്, ഇയാൾ നോൺ ഇനേഷ്യൽ ഫ്രെയിമിലാണ്, ഇയാൾ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ എസ് നോക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ഒരു സാധനം എന്തോ v വെലോസിറ്റിയിൽ നീങ്ങുന്നതായിട്ട് എസ് കണ്ടു. v വെലോസിറ്റിയിലാണ് നോക്കുക, v വെലോസിറ്റിയാണ്. അത് എസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റിയാണ് v, എസ് ഡാഷിനല്ല. എസ് ഡാഷിനാണെങ്കിൽ നമ്മൾ v ഡാഷിന് ഇടുമായിരുന്നു. ഇത് എസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റി, എസ് നോക്കുമ്പോൾ അതിന്റെ സ്പീഡാണ് വെലോസിറ്റി v. അപ്പൊ എസ് പറഞ്ഞു അവിടെ v വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. എസ് ഡാഷ് നോക്കുമ്പോൾ v അല്ല കാണാം. കാരണം എസ് ഡാഷ് പറയും, എസ് ഡാഷ് റൊട്ടേറ്റ് ചെയ്യുന്നത് എസ് ഡാഷിന് അറിയില്ല. എസ് ഡാഷ് പറയും ഞാൻ റെസ്റ്റിലാണ്, ലോകം മൊത്തം v വെലോസിറ്റിയിൽ പിന്നോട്ട് കറങ്ങുകയാണ്. ലോകം മൊത്തം v വെലോസിറ്റിയിൽ പിന്നോട്ട് കറങ്ങുകയാണെങ്കിൽ അവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവും, അതാവും മൈനസ് ഒമേഗ ക്രോസ് ആർ. പിന്നോട്ടല്ലേ കറങ്ങുന്നത്, മൈനസ് ഒമേഗയിലല്ലേ കറങ്ങുന്നത്. അപ്പൊ അതായിരിക്കും മൈനസ് ഒമേഗ ക്രോസ് ആർ. അതായത് എസ് ഡാഷിന് എല്ലാ സാധനത്തിന്മേയും ഒരു മൈനസ് ഒമേഗ ക്രോസ് ആർ തോന്നും. ഒരു മൈനസ് ഒമേഗ ക്രോസ് ആർ വെലോസിറ്റി എല്ലാ സാധനത്തിനും ആർക്ക് തോന്നും, എസ് ഡാഷിന് തോന്നും. അപ്പൊ എസ് ഡാഷിന് ഇതുമേ തോന്നും ഒരു മൈനസ് ഒമേഗ ക്രോസ് ആർ. അപ്പോ വിയിൽ നിന്ന് ഒരു മൈനസ് ഒമേഗ ക്രോസ് ആർ കുറച്ചതായിരിക്കും എസ് ഡാഷ് കാണുന്ന വെലോസിറ്റി. അപ്പൊ എസ് ഡാഷ് പറയും വി ഡാഷ് ഈക്വൽ ടു വി മൈനസ് ഒമേഗ ക്രോസ് ആർ. ഇതാണ് ആര് പറയാ, എസ് ഡാഷ് പറയാം. ഈ വി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? വി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dr/dt in s dash frame ആണ് അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ s dash frame ആണ് v ഡാഷ്. എന്താണ് v? dr/dt in s frame അല്ലെ, s ഫ്രെയിമിലുള്ള dr/dt ആണ് v എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ ക്രോസ് ആർ. ഇങ്ങനെ സംഭവം കിട്ടി. ഇതിന് ഞാൻ ഇങ്ങനെ എഴുതി. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെക്ടർ മെഷർ ചെയ്യണം. അതായത് എസ് നിൽക്കുന്നുണ്ട്, എസ് ഡാഷ് നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഏതോ ഒരു വെക്ടർ, ഏതെങ്കിലും വെക്ടർ മെഷർ ചെയ്യണം. അപ്പൊ എസ് ഡാഷ് ഒരു വെക്ടർ മെഷർ ചെയ്യാണ്, എസ് ഒരു വെക്ടർ മെഷർ ചെയ്യണം. ഇപ്പോ എസ് ഒരു വെക്ടർ മെഷർ ചെയ്തു, ഇനി അത് എസ് ഡാഷ് മെഷർ ചെയ്യണ്ട. എസ് ഡാഷ് എസിനോട് പറയാ നിന്റെ വാല്യൂ എത്രയാണ്. അപ്പൊ എസ് ഈ വാല്യൂ കൊടുക്കും. എസ് മെഷർ ചെയ്താണ്, അത് ആർക്ക് കൊടുക്കും? എസ് ഡാഷിന് കൊടുക്കും. എസ് ഡാഷ് അതിൽ നിന്ന് ഒരു മൈനസ് ഒമേഗ ക്രോസ് മെഷർ ചെയ്ത വെക്ടർ ആറാണ്, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്നതായിരിക്കും എസ് ഡാഷിന് മെഷർ ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ എസ് ഡാഷിന് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മാക്സ് യൂസ് ചെയ്താൽ മതി. എസ് എന്ന് കിട്ടുന്ന റിസൾട്ട് നിന്ന് ഒരു മൈനസ് ഒമേഗ ക്രോസ് ആറ് മൈനസ് ചെയ്യുക, അപ്പൊ കിട്ടുന്നതായിരിക്കും എസ് ഡാഷിനെ ഒബ്സർവ് ചെയ്താൽ കിട്ടുന്ന വെലോസിറ്റി. അപ്പൊ ഇതാണ്, അതായത് ഇത് എസ് ഡാഷ് ഫ്രെയിമിലുള്ള ഡാറ്റയും എസ് ഫ്രെയിമിലുള്ള ഡാറ്റയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് ആറിന് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഏത് വെക്ടറിനും യൂസബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇതൊരു ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. d/dt ഓഫ് എനി വെക്ടർ ഇൻ എസ് ഡാഷ് ഈക്വൽ ടു d/dt ഓഫ് എനി വെക്ടർ ഇൻ എസ് മൈനസ് ഒമേഗ ക്രോസ് എനി വെക്ടർ. അപ്പോൾ എസ് ഡാഷിലുള്ള ഡാറ്റയെയും എസിലുള്ള ഡാറ്റയെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ
ഇതിനോട് നിർത്താം, ഇയാളെ അങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി വൃത്തിയിൽ എഴുതുമ്പോൾ d/dt ഓഫ് ഇൻ എസ് ഈക്വൽ ടു d/dt ഓഫ് എനി വെക്ടർ ഇൻ എസ് ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഒരു ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്നവരാണ് ഒരു ഓപ്പറേറ്റർ. അതായത് എസ് ഫ്രെയിമിലുള്ള ഒരു വെക്ടറിനെയും എസ് ഡാഷ് ഫ്രെയിമിലുള്ള ഒരു വെക്ടറിനെയും റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സിന് മാത്രമാണ് ബാധകം. ഒമേഗ ഫ്രീക്വൻസിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാളും റെസ്റ്റിൽ നിൽക്കുന്ന ഒരാളും ഉണ്ട്. രണ്ടുപേരും ഒരു വെക്ടറിനെ ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ എസ്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആളും റൊട്ടേറ്റ് ചെയ്യാത്ത ആളും മെഷർ ചെയ്ത ആ വെക്ടർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഈക്വേഷൻ ഉപയോഗിക്കാം. ഈക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇത് നമ്മളൊരു ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒബ്സർവ് ചെയ്യുന്നത് എന്തായിരിക്കണം? ഫോഴ്സുകളായിരിക്കണം. ഫോഴ്സുകളായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F = ma ആണ്. അതായത് ഇവർ ഒബ്സർവ് ചെയ്യുന്നത് ആക്സലറേഷൻസ് ആയിരിക്കണം. എനിക്കിവിടെ ആക്സലറേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആക്സലറേഷൻ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ, രണ്ടുപേരും ഒബ്സർവ് ചെയ്യുന്ന ആക്സലറേഷൻ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ, ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് വെലോസിറ്റി ആണ്. ഇവിടെ വെലോസിറ്റി ഇട്ട് കൊടുത്താലാണ് dv/dt a ആവുക. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കേണ്ട വെക്ടർ വെലോസിറ്റി ആണ്. വെലോസിറ്റി വെക്ടർ ഇട്ട് കൊടുത്ത് എനിക്ക് ആക്സലറേഷൻ കിട്ടും. രണ്ടിൽ ഒബ്സർവ് ചെയ്യുന്ന ആക്സലറേഷൻ കിട്ടും. രണ്ടിൽ ഒബ്സർവ് ചെയ്യുന്ന ആക്സലറേഷൻ കിട്ടിയും ജസ്റ്റ് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടിൽ ഒബ്സർവ് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. രണ്ടിൽ ഒബ്സർവ് ചെയ്യുന്ന ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സിന്റെ കമ്പൗണ്ട് ഒഴികെ ബാക്കി അവിടെ ഏതൊക്കെയാണ് നിൽക്കുന്നത് വെച്ചാൽ അതൊക്കെ ആയിരിക്കും സ്യൂഡോ ഫോഴ്സ്. അത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ അത് ചെയ്ത് നോക്കുകയാണ്. ഇക്വേഷൻ അവിടെ എടുക്കട്ടെ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ആക്സലറേഷൻ ഇട്ട് കൊടുക്കാൻ പോകണം. ആക്സലറേഷൻ ആണ് എനിക്ക് വേണ്ടത്. F = ma ആണ്. അപ്പോൾ ആക്സലറേഷൻ ആണ് എനിക്ക് വേണ്ടത്. ആക്സലറേഷൻ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാനവിടെ വെലോസിറ്റി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ പറയുകയാണ്, നേരത്തെ സെയിം കണ്ടീഷൻ, ഞാനിവിടെ വെലോസിറ്റി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കൊടുക്കുന്ന വെക്ടർ v ആണ്. മനസ്സിലായോ? v ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ കിട്ടി F = ma എന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് കണ്ടുപിടിച്ച ഡിഫറൻസ് ഉള്ള സാധനങ്ങളാണ് സ്യൂഡോ ഫോഴ്സ്. അപ്പം ഞാൻ ഇവിടെ v ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എന്താ വരിക? dv/dt ഇൻ എസ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഞാൻ v ഇട്ട് കൊടുക്കണം, എന്നാലേ ആക്സലറേഷൻ കിട്ടാം. അപ്പോൾ ഞാൻ എന്ത് വരും? d/dt ഓഫ് v ഇൻ എസ് ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് v ഇങ്ങനെ വരും. ഇനി ഞാൻ റൈറ്റിലുള്ള വിക്കൊക്കെ ഞാൻ v ഡാഷിന്റെ ടൈമിൽ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു v എന്ന് പറഞ്ഞാൽ എസ് ഒബ്സർവ് ചെയ്യുന്നതാണ്. വിയും v ഡാഷും തമ്മിലുള്ള റിലേഷൻ നേരത്തെ എഴുതിയായിരുന്നു. v = v മൈനസ് ഒമേഗ ക്രോസ് r എന്നായിരുന്നു റിലേഷൻ. അതായത് നമുക്ക് എഴുതാം v = v' പ്ലസ് ഒമേഗ ക്രോസ് r. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള എല്ലാ സ്ഥലത്തും ഞാൻ വിക്ക് v' പ്ലസ് ഒമേഗ ക്രോസ് r കണ്ടുപിടിക്കുകയാണ്. വൈ എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ആഫ്റ്റർ ഓൾ നമുക്ക് എന്താണ് വേണ്ടത്? ഈ ആക്സലറേഷനും ഒരു ഫ്രെയിമിലുള്ളത് മറ്റേ ഫ്രെയിമിൽ തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. അപ്പോൾ ഇതിലുള്ള dv/dt ചെയ്ത് എനിക്ക് ആക്സലറേഷൻ ആണ് കിട്ടുക. എനിക്ക് മറ്റേതൊരു ആക്സലറേഷൻ കാണാൻ ഓഫ് കോഴ്സ് അവിടെ dv'/dt വേണം, dv'/dt വേണം, a' വേണം. അതുകൊണ്ട് തന്നെ ഈ v-നെയൊക്കെ ഞാൻ v' ടൈമിൽ എഴുതുകയാണ്. ഈ v അതുപോലെ നിർത്തും. ഇപ്പോഴത്തെ എല്ലാ v-നെയും ഞാൻ v' ടൈമിൽ എഴുതും. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഞാൻ അവിടെ ചെയ്യാണ്. ഇപ്പോൾ dv/dt കുറച്ച് മാക്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈക്വൽ ടു v എന്ന് പറഞ്ഞാൽ ഞാൻ v' ടൈമിൽ എഴുതാണ്. v എന്ന് പറഞ്ഞാൽ v' പ്ലസ് ഒമേഗ ക്രോസ് r ആണ്. അപ്പോൾ ഈ v ഉള്ളടത്തൊക്കെ ഞാൻ v' പ്ലസ് ഒമേഗ ക്രോസ് r എന്ന് കൊടുക്കും. അപ്പോൾ നോക്കിയിരുന്നോ d/dt v എന്നുള്ളടത്ത് v' പ്ലസ് ഒമേഗ ക്രോസ് r പ്ലസ് ഒമേഗ ക്രോസ്, അവിടെയും v ഉണ്ട്, അവിടെ ഞാൻ എന്ത് കൊടുക്കും? v' പ്ലസ് ഒമേഗ ക്രോസ് r എന്ന് കൊടുത്തു. ഓക്കെ ഫൈൻ. ഇതാണ് dv/dt ഇൻ എസ്. എസ്സിലുള്ള ആള് വെലോസിറ്റി കാണുന്നു, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. വെലോസിറ്റി ഡെറിവേറ്റീവ് എടുത്ത ആക്സലറേഷൻ ആണ്. ഏതാണ് ഫ്രെയിം? എസ് ആണ് ഫ്രെയിം. അപ്പൊ ആക്സലറേഷൻ a ആണ്. എസ് മെഷർ ചെയ്യുന്നൊക്കെ a ആണ്. എസ് ഡാഷിലൊക്കെ a' ആണ്. മാർക്ക്. ഇനി ജസ്റ്റ് d/dt ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് d/dt v' ബാധകമാണ്, ഒമേഗ ക്രോസ് r ബാധകമാണ്. അതാണ് ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം dv'/dt ചെയ്തു. ഇത് ഫ്രെയിം,
നമുക്ക് ഇത് ഫ്രെയിം എസ് ഡാഷ് ഫ്രെയിമിലാണ്. ഇവിടെ എസ് ഡാഷ് ഇങ്ങനെ ഇവിടെ മറന്നു പോയതാണ്. ഡി വി ഡാഷ് ബൈ ഡി ടി പ്ലസ് ഇത് എസ് ഡാഷ് ഫ്രെയിമിലാണ്. ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ ഇൻ എസ് ഡാഷ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ വി ഡാഷിനും ബാധകമാണ് രണ്ട് ടൈമിനും. ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം ഈ പുറത്ത് കിടക്കുന്ന ഒമേഗ രണ്ടിനും ഒരേപോലെ ബാധകമാണ്. അപ്പൊ ഒമേഗ ക്രോസ് വി ഡാഷും ചെയ്യണം, ഒമേഗ ക്രോസ് ആറും ചെയ്യണം. ഓക്കെ. ഡി വി ഡാഷ് ബൈ ഡി ടി നേരത്തെ പറഞ്ഞു. ഡി വി ബൈ ഡി ടി എസ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. ഡി വി ഡാഷ് ബൈ ഡി ടി ഇൻ എസ് ഡാഷ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എ ഡാഷ് ആണ്. അപ്പൊ എനിക്ക് കിട്ടി എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് വി ഡാഷ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരു ടേം വന്ന് ഇവിടെ എ ഡാഷ് വരണം, എയും എ ഡാഷും വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡിലുള്ള എയും വി ഡാഷ് ആക്കി മാറ്റിയത്. ഇനി അപ്പോൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞു. ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ. ശ്രദ്ധിക്കണം, ഡെറിവേറ്റ് ചെയ്യേണ്ടത് രണ്ട് ഫംഗ്ഷൻസ് തന്നെയാണ്. ഒമേഗ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആർ എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പൊ ഡി ബൈ ഡി ടി അത് ഞാൻ ഒമേഗനെ ഡെറിവേറ്റ് ചെയ്യും, ആറിനെ ക്ലോസ് ചെയ്യും, പ്ലസ് പ്ലസ് ഒമേഗ നിർത്തും, ആറിനെ ഡെറിവേറ്റ് ചെയ്യും. അതാണ് പരിപാടി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി. ഇത് മൊത്തം എസ് ഡാഷ് ഫ്രെയിമിലാണ്. പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇതൊക്കെ വെക്ടർ ആണ് കേട്ടോ. ക്രോസ് വരുമ്പോഴൊക്കെ വെക്ടർ ഇടണം. ഞാൻ വെക്ടർ ഇടാൻ മറക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഒന്നുകൂടി വലുതായി ഇക്വേഷൻ. ചെറുതാവും, ഒന്നുമില്ല. എ കിട്ടി, എ ഡാഷ് കിട്ടി. ഡി ഒമേഗ ബൈ ഡി ടി. എന്താണ് ഡി ഒമേഗ ബൈ ഡി ടി? ഒമേഗ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒരു സാധനം ഒമേഗ വെലോസിറ്റിയിൽ കറങ്ങുകയാണ്. ഇപ്പൊ എർത്തിന്റെ ആംഗുലർ ഫ്രീക്വൻസി പറഞ്ഞാൽ എർത്ത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കാൻ എടുക്കുന്ന 24 മണിക്കൂറാണ്. എന്നും 24 മണിക്കൂർ തന്നെയാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ വേണ്ടി എടുക്കുന്നത്. റൊട്ടേഷൻ വേണ്ടി എടുക്കുന്നത് അതാണ് ഒമേഗ. ആ ഒമേഗ മാറുന്നില്ല. ഞാൻ എർത്തിൽ നിന്നാണ് ഒബ്സർവ് നടത്തുന്നത് വിചാരിക്കുക, എർത്തിലാണ് നിൽക്കുന്നത് വിചാരിക്കുക. അപ്പൊ എന്റെ ഒമേഗ മാറുന്നില്ല. ഡി ഒമേഗ ബൈ ഡി ടി എന്നും 24 മണിക്കൂർ, ഒമേഗ എന്നും 24 മണിക്കൂർ തന്നെയാണ്. അതായത് ഒമേഗയ്ക്ക് ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഡി ഒമേഗ ബൈ ഡി ടി നെഗ്ലിജിബിൾ ആണ്. അല്ല, ചേഞ്ച് വരുന്നുണ്ടായിരിക്കും, ചെറുതായിട്ട് ചേഞ്ച് വരുന്നുണ്ടായിരിക്കും, നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ഡി ഒമേഗ ബൈ ഡി ടി ഏകദേശം 0 ആണെന്ന് എടുക്കാം. 0 ആണെങ്കിൽ ഈ ടൈം പോയി. ഇത് 0 ആണെങ്കിൽ ഇൻറ്റു ആർ ആണ്, അത് പോയി. ബാക്കി ഉണ്ടാവുക ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി ആണ്. എന്താണ് ഡി ആർ ബൈ ഡി ടി ഇൻ എസ് ഡാഷ് ഫ്രെയിം? ആർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് റെസ്പെക്ട് ടൈം എന്ന് പറഞ്ഞാൽ വി ആണ്. ഒബ്സർവ് ചെയ്യുന്ന എസ് ഡാഷ് ഫ്രെയിമിലാണ്. ഓഫ് കോഴ്സ് ഇത് വി ഡാഷ് ആയിട്ട് മാറും. അപ്പൊ എന്താ കിട്ടുക? എ ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ടി. വി ആണ് ഒബ്സർവേഷൻ, എസ് ഡാഷിലാണ്. ഒമേഗ ക്രോസ് വി ഡാഷ് കിട്ടും. ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് അപ്പുറത്ത് വേറെ ഒമേഗ ക്രോസ് വി ഡാഷ് ഉണ്ട്. ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇങ്ങനെ കിട്ടി. ഇതാണ് എ. എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഓക്കെ. ഇവിടെ ഒരു ഒമേഗ ക്രോസ് വി ഡാഷ് ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ ക്രോസ് വി ഡാഷ് ഉണ്ട്. ഇപ്പൊ രണ്ട് ഒമേഗ ക്രോസ് വി ഡാഷ് ആയി. അപ്പൊ അങ്ങനെ എഴുതാം എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് 2 ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? ഒരാൾ റെസ്റ്റ്, ക്വസ്റ്റ്യൻ ഇവിടെ നിന്നായിരുന്നു. ഒരാൾ റെസ്റ്റിലുണ്ട്, ഒരാൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലുണ്ട്. റെസ്റ്റിലുള്ള ആൾക്ക് ഒബ്സർവ് ചെയ്യുന്ന എ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒബ്സർവ് ചെയ്യുന്ന എ എടുക്കുക. അതാണ് എ ഡാഷ്. അതിൻ്റെ ഒപ്പം ചില ഫാക്ടർ ആഡ് ചെയ്യണം അല്ലേ? അതായത് ഇതാണ് റെസ്റ്റിൽ നിൽക്കുന്ന ആള്, ഇയാളുടെ ആക്സലറേഷൻ മെഷർ ചെയ്യുന്നു എ. ഇതേ ആക്സലറേഷനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ അയാൾ അതിനെ വിളിക്കുന്ന പേരാണ് എ ഡാഷ്. രണ്ടുപേരും ഒരേ സ്ഥാനത്തെയാണ് നോക്കുന്നത്. ഇയാൾ അതിനെ എ എന്ന് പറഞ്ഞു, ഇയാൾ അതിനെ എ ഡാഷ് എന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ പറഞ്ഞ എയും ഇയാൾ പറഞ്ഞ എ ഡാഷും രണ്ടും രണ്ടാണ്. രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എ ഡാഷിന്റെ ഒപ്പം ഞാൻ കുറച്ച് ടേംസിന് ആഡ് ചെയ്യണം.
കുറച്ച് ടേംസിന് ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇപ്പൊ എയും എ ഡാഷും അറിയാം. അതായത് റെസ്റ്റിൽ നിൽക്കുന്ന ആൾ ഒബ്സർവ് ചെയ്യുന്നതാണ് എ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ ഒബ്സർവ് ചെയ്യുന്നതാണ് എ ഡാഷ്. ഇതിൽ നിന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാം. എ കിട്ടിയ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഒരു ബുദ്ധിമുട്ടില്ല, എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എല്ലാവരെയും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എനിക്ക് കിട്ടും എം എ ഈക്വൽ ടു എം എ ഡാഷ് പ്ലസ് 2 ഒമേഗ ക്രോസ് ബി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. സോറി, എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ മറന്നുപോയി. എല്ലാവരും എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ എല്ലാതും ഫോഴ്സ് ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ റെസ്റ്റ് ഫ്രെയിം. റെസ്റ്റ് ഫ്രെയിമിലുള്ള ആളെ കാണുമ്പോൾ അയാൾക്ക് കഴിയുമ്പോൾ തോന്നുന്ന ഫോഴ്സ് ആണ് എഫ്. ഇതേ ഫോഴ്സിനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്ക് നോക്കുകയാണ്, അയാൾക്ക് തോന്നുന്നതാണ് എഫ് ഡാഷ്. രണ്ടും ഈക്വൽ അല്ല. രണ്ടും ഈക്വൽ ആണെങ്കിൽ പിന്നെ ടേമിന്റെ ആവശ്യമില്ല. രണ്ടും ഈക്വൽ അല്ല. എക്സ്ട്രാ കുറച്ച് ടേം കയറി വരുന്നുണ്ട്. അതൊക്കെ ഫോഴ്സ് ആയിരിക്കും. കാരണം ഫോഴ്സ് ഈക്വൽ ടു, ഇത് ഫോഴ്സ് ആണ്, ഫോഴ്സ് ഈക്വൽ ടു 3 ടേം ഉണ്ട്. ഈ 3 ടേമും ഫോഴ്സ് ആവണം, എന്നാലേ കൂടി കൂട്ടാൻ പറ്റൂ അല്ലെ? അപ്പൊ ഇതൊക്കെ ഫോഴ്സ് ആണ്. അപ്പോൾ എഫും എഫ് ഡാഷും ഈക്വൽ അല്ല. എഫ് ഡാഷ് ഈക്വൽ ആണെങ്കിൽ എക്സ്ട്രാ ടേം കൂടി വരണം. ടേമുകളാണ് ഇതൊക്കെ. പ്ലസ് 2m ഒമേഗ ക്രോസ് ബി ഡാഷ് പ്ലസ് m ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എം ഒമേഗ സ്ക്വയർ ആർ. ഇതാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോ എഫ് റെസ്റ്റിലിരിക്കുന്ന ആൾ ഒബ്സർവ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ ഒബ്സർവ് ചെയ്യുന്നതാണ് എഫ് ഡാഷ്. രണ്ടും ഈക്വൽ അല്ല. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം 2 എക്സ്ട്രാ ഫോഴ്സ് ടേമുകൾ, 2 ഫോഴ്സ് ടേമുകളായിരിക്കണം. ഫോഴ്സ് ടേമുകളാണെങ്കിൽ ആ ഫോഴ്സിന്റെ ഒപ്പം കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഒപ്പം കൂട്ടാൻ പറ്റില്ല. നമുക്കറിയാം ലെങ്ത്തും മാസും കൂടി കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഇത് ഫോഴ്സ് ആണ്. ഇതൊരിക്കലും ലെങ്ത്തും മാസം ഒന്നും ആവില്ല. ലെങ്ത്തും മാസം ഒന്നും ആണെങ്കിൽ ഈ ഫോഴ്സിന്റെ ഒപ്പം കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഇതും ഫോഴ്സ് ആണ്, ഇതും ഫോഴ്സ് ആണ്. 2 ഫോഴ്സിന്റെ ടേമുകളായിരിക്കണം, 2 ഫോഴ്സ് ആയിരിക്കണം. അപ്പൊ ഇതും എന്തോ ഒരു ഫോഴ്സ് ആണ്, ഇതും എന്തോ ഒരു ഫോഴ്സ് ആണ്. ഇത് എഫ് ഒബ്സർവ് ചെയ്യുന്ന ഫോഴ്സ്, എഫ് ആ ബോഡി ഒബ്സർവ് ചെയ്യുന്ന ഫോഴ്സ്. ഇത് എഫ് ഡാഷ് അതേ ഫോഴ്സിൽ നോക്കുകയാണ്. രണ്ടും ഈക്വൽ അല്ല. രണ്ടും ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ ഒപ്പം എക്സ്ട്രാ, രണ്ടും ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം എക്സ്ട്രാ 2 ഫോഴ്സിന്റെ ടേമുകൾ ആഡ് ചെയ്യണം. ഇത്ര കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് കിട്ടും എഫ് ഡാഷിനെ അവിടെ നിർത്തി ബാക്കി 2 കൂടുന്നു. എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് ആളിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്ന ഫോഴ്സ്. എഫ് ഡാഷ് ഈക്വൽ ടു എഫ് മൈനസ് 2m ഒമേഗ ക്രോസ് ബി മൈനസ് m ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. ഇതാണ് കിട്ടുന്നത്. അപ്പോ ഇതാണ് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിൽക്കുന്ന ആൾ കണ്ട എഫ് ഡാഷ്. ഇതാണ് റെസ്റ്റ് ഫ്രെയിമിൽ നിൽക്കുന്ന ആൾ കണ്ട എഫ്. അപ്പൊ 2 ഈക്വൽ ആണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഫോഴ്സുകൾ ആഡ് ചെയ്യണം. അപ്പോൾ 2 ഈക്വൽ അല്ല, 1 ഈക്വൽ ആണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഫോഴ്സുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഫോഴ്സിനെയാണ് നമ്മൾ പറയുക, ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് കോറിയോളിസ് ഫോഴ്സ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതിനാണ് കോറിയോളിസ് ഫോഴ്സ്. അപ്പോ അതിന്റെ കാര്യം നോക്കുക, എന്താണ് ഇത് പറയുന്നത്? എന്താണ് ഒമേഗ ക്രോസ് ബി ഡാഷ് മറന്നാണ്. എന്താണ് സംഭവം? എന്താണ് ഇക്വേഷൻ? എന്താണ് പറയുന്നത്? ഇത് ചെയ്യണം. ഒരാള് കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇയാളാണ് എസ് ഡാഷ്. ഒരാള് റെസ്റ്റിൽ നിൽക്കുകയാണ്. ഇയാളാണ് എസ്. രണ്ടുപേരും ഒരു ഫോഴ്സിനെ കാണുന്നു, അല്ലെ? രണ്ടുപേരും ഒരു സാധനത്തിനെ കാണുന്നു. ആ സാധനം പോകുന്ന വെലോസിറ്റിയാണ് വി. ആദ്യം നോക്കുമ്പോൾ എസ്സിന് അതിന് കാണുമ്പോൾ തോന്നുന്ന വെലോസിറ്റിയാണ് വി. എസ് ഡാഷ് അതിനെ കാണുമ്പോൾ തോന്നുന്ന വെലോസിറ്റിയാണ് വി ഡാഷ്. ഓക്കെ അല്ലേ?
എസ് സ്റ്റേഷനെ കാണുമ്പോൾ തോന്നുന്ന വെലോസിറ്റിയാണ് വി ഡാഷ്. അപ്പൊ എസിനായ്മ തോന്നുന്ന ഫോഴ്സ് ആണ് എഫ്, എസ് സ്റ്റേഷന് തോന്നുന്ന ഫോഴ്സ് ആണ് എഫ് ഡാഷ്. ക്ലിയർ ആയി? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേം നോക്ക്, കൊറിയോളിസ് ഫോഴ്സ്. കൊറിയോളിസ് ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വി ഡാഷ് വേണം. കൊറിയോളിസ് ഫോഴ്സ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 2 ഒമേഗ ക്രോസ് വി ഡാഷ് ആണ്. വി ഡാഷ് വേണം. വി ഡാഷ് വേണം എന്ന് പറഞ്ഞാൽ എസ് ഡാഷ് ആ ഒബ്ജക്റ്റ് നോക്കുമ്പോൾ അത് നീങ്ങണം. എസ് ഡാഷിന് അത് റെസ്റ്റിലായിരിക്കരുത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എർത്തിലാണ് നിൽക്കുന്നത്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ ഫോൺ ഇരിക്കുന്നുണ്ട്, ഫോണിന്റെ ക്യാമറ ഇരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇത് നീങ്ങുന്നില്ല, എന്നെ അനുസരിച്ച് ഇത് നീങ്ങുന്നില്ല. അപ്പൊ ഇതിന്റെ വെലോസിറ്റി വി ഡാഷ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കാരണം അത് ഫ്രെയിമിലാണ് നിൽക്കുന്നത്, വി ഡാഷ് 0 ആണ്. അപ്പൊ ഈ ഫോണും ഞാൻ നോക്കുമ്പോൾ ഈ ഫോൺ എന്നെ അപേക്ഷിച്ച് നീങ്ങുന്നില്ല, അതുകൊണ്ട് അതിന് മുകളിൽ വി ഡാഷ് 0 ആണ്. അതായത് ഇതിന്റെ മുകളിൽ കൊറിയോളിസ് ഫോഴ്സ് ഇല്ല, വി ഡാഷ് 0 ആയി, ഇതിന്റെ മുകളിൽ കൊറിയോളിസ് ഫോഴ്സ് ഇല്ല. നിങ്ങൾ വേറെ നോക്കാം, ഒരു സാധനം ആകാശത്ത് നിന്ന് വീഴുകയാണ്, ഞാൻ എർത്തിൽ നിൽക്കുകയാണ്, അപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിമിലാണ്, ഞാൻ അതിലോട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ അത് വീഴുമ്പോൾ എനിക്ക് കാണാം അതിന് വെലോസിറ്റി ഉണ്ട്, ഞാൻ നോക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി ഉണ്ട്. അപ്പൊ അവിടെ വി ഡാഷ് 0 അല്ല, അതുകൊണ്ട് അവിടെ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും, റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും. കൊറിയോളിസ് ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണ് ആ ഒബ്ജക്റ്റ് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നോക്കുമ്പോൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മാത്രമേ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, എൻ്റെ മുന്നിൽ ടേബിൾ ഉണ്ട്, ഞാൻ നോക്കുമ്പോൾ ഞാൻ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണ്, ഞാൻ എർത്തിൽ നിൽക്കുകയാണ്, ഞാനൊരു നോൺ ഇനീഷ്യൽ ഫ്രെയിമിലാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിമിലാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, നമ്മൾ നടത്തുന്ന എല്ലാ ഒബ്സർവും റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നടത്തുന്ന ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചില വസ്തുക്കൾ നീങ്ങുന്നുണ്ട്, ചില വസ്തുക്കൾ നീങ്ങാതെ നിൽക്കുന്നുണ്ട്. പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് നീങ്ങാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ റൂമും വീടും ഒക്കെ നീങ്ങാതെ നിൽക്കുന്നുണ്ട്, ചില വസ്തുക്കൾ നീങ്ങുന്നുണ്ട്. ആ വസ്തുക്കൾ നീങ്ങുന്നത് അതാണ് ഞാൻ നോക്കുമ്പോൾ അതിനുള്ള വി ഡാഷ്, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന വെലോസിറ്റി വി ഡാഷ്. ആ വി ഡാഷ് ഉണ്ടെങ്കിൽ മാത്രമേ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അതാണ് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഒരു സാധനം നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവില്ല, അതിന്റെ മുകളിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സാധനം നീങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൊറിയോളിസ് ഫോഴ്സും വരും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായി വിചാരിക്കുന്നു. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എർത്തിന്റെ കേസിലുള്ള എക്സാമ്പിൾ നോക്കാം. ടെക്സ്റ്റിൽ കൊടുത്തുള്ള സംഭവമാണ്. കൊറിയോളിസ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കൊറിയോളിസ് ഫോഴ്സ്, അപ്പൊ കൊറിയോളിസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കൊറിയോളിസ് ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വി ഡാഷ് വേണം. നിങ്ങൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാവുമ്പോൾ ആ സാധനം നീങ്ങണം, കൊറിയോളിസ് ഫോഴ്സ് വേണം. അപ്പോൾ ഇതാണ് എർത്ത്. എർത്ത് റൊട്ടേറ്റ് ചെയ്യാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതായത് ഇതാണ് എർത്തിന്റെ ഒമേഗ ഡയറക്ഷൻ. നമ്മൾ എപ്പോഴും പറയാം, ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നാണ് പറയാം. അപ്പൊ അത് നോക്കാൻ ഫിസിക്സിൽ അങ്ങനെയല്ല പറയാം. ഫിസിക്സിൽ അത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, നമ്മുടെ കൈ എടുത്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മുടെ ഫിംഗർ ഫോൾഡ് ചെയ്യും. കേട്ടോ, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഒമേഗ ഡയറക്ഷൻ. ഒമേഗ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ തമ്പ എവിടേക്കാണ് നിൽക്കുന്നത്, മോളിക്കാണ്. അപ്പൊ ഇതാണ് ഒമേഗ ഡയറക്ഷൻ. ഇങ്ങനെ ഒമേഗ എന്ന് പറയാൻ വേണ്ടി വാക്കുകളൊന്നുമില്ല, പറയാം. ഡയറക്ഷൻ ഫിംഗർ കേളി കഴിഞ്ഞാൽ തമ്പിന്റെ ഡയറക്ഷൻ ഏതാണോ അതാണ് ഒമേഗ ഡയറക്ഷൻ. അപ്പൊ ഞാൻ പറയും ഇതാണ് ഒമേഗ ഡയറക്ഷൻ. ഇനി ഞാൻ പറയണ വേറെ സാധനത്തിന് ഒമേഗ ഡയറക്ഷൻ ഇതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതാണ് ഫിസിക്സിലെ ഇതാണ്. അപ്പൊ ഇതാണ് ഒമേഗ ഡയറക്ഷൻ മോളിക്കാണ് അല്ലെ. അപ്പോ ഇതാണ് ഒമേഗ ഡയറക്ഷൻ വരുന്നത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ നിൽക്കുക അല്ലെ. എത്ര മോളി എങ്ങനെയാണ് നിൽക്കുക, ഇവിടെ ഞാൻ നിൽക്കുന്നത് എർത്തിന്റെ സെൻട്രൽ നിന്നും ഒരു ഫൈ ആംഗിളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഫൈ ആണെങ്കിൽ ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒമേഗ ഡയറക്ഷൻ എപ്പോഴും മോളിക്കാണ്. എനിക്കറിയാം ഒമേഗ ഡയറക്ഷൻ എപ്പോഴും മോളിക്കാണ്. അപ്പൊ ഒമേഗ ഡയറക്ഷൻ ഇതാണ്. ഒമേഗ ഡയറക്ഷൻ എനിക്കറിയാം, ഇതാണ് ഒമേഗ ഡയറക്ഷൻ. ഞാൻ നിൽക്കുമ്പോൾ എന്റെ അപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്റെ തലയുടെ മുകളിലാണ് എന്റെ അപ്പ്. അപ്പൊ എന്റെ സെറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്റെ തലയുടെ മുകളിലാണ് അല്ലെ. എന്റെ തലയുടെ മുകളിലാണ് എന്റെ സെറ്റ് ആക്സിസ്.
അതുപോലെ ഇയാളെ തള്ളുമ്പോഴാണ് ഇയാളുടെ സെഡ് ആക്സിസ്. അപ്പൊ ഇയാളുടെ സെഡ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇയാളുടെ സെഡ് ആക്സിസ് അല്ലെങ്കിൽ കെ ആക്സിസ്. ഇതാണ് ഇയാളുടെ ജെ ആക്സിസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒമേഗ. ഇത് ഫൈ ആണ്, ഈ ആംഗിൾ ഫൈ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് 90 മൈനസ് ഫൈ ആണ് അല്ലെ, മൊത്തം 90 ആണ്. 90 മൈനസ് ഫൈ ആണെങ്കിൽ ഇതും 90 മൈനസ് ഫൈ ആയിരിക്കും. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ചില ക്ലാസ്സിലെ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഒരു ലൈൻസിന് ഒരു ലൈൻ, ഇത് സ്ട്രേറ്റ് ലൈൻ ആണ്, രണ്ട് പേരൽ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് 90 മൈനസ് ഫൈ ആണ്, ഇത് 90 മൈനസ് ഫൈ ആണല്ലോ. ഓഫ് കോഴ്സ് ഇത് ഫൈ ആയിരിക്കും, ഇത് ഫൈ ആയിരിക്കും. അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്, അത് ജെ ആക്സിലും കെ ആക്സിനും ഇടയ്ക്കാണ് ഒമേഗ എടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു, ഞാൻ പറയുന്നില്ല, എന്നാലും വേണ്ടില്ല, ഒന്നുകൂടി പറയാം. ഇതാണ് എ എന്ന് പറഞ്ഞ വെക്ടർ എങ്കിൽ, ഇതാണ് എന്റെ എ എന്ന് പറഞ്ഞ വെക്ടർ, ഇതാണ് തീറ്റ എങ്കിൽ ഈ ഒരു വെക്ടറിനെ എനിക്ക് രണ്ട് പീസ് ആക്കാം. ഇത് എ കോസ് തീറ്റ എലോങ്, ഇപ്പോ ഇതിന്റെ ഡയറക്ഷൻ വഹിക്കുക, ഇത് എ സൈൻ തീറ്റ എലോങ് എക്സ് ക്യാപ്, ഇത് എക്സ്, ഇത് വൈ. അതുപോലെ ഈ ഒമേഗ എടുക്കുന്നത് രണ്ട് പെർപെൻഡിക്കുലർ ആക്സിന്റെ ഇടയിലാണ്. അപ്പൊ ഈ ഒമേഗനെ രണ്ട് പീസ് ആക്കാം, ഒന്ന് ജെ ഡയറക്ഷനും ഒന്ന് കെ ഡയറക്ഷനും. ഫൈയുടെ എടുത്തെടുക്കുന്ന ആംഗിൾ ആണോ, തീറ്റ എടുത്തെടുക്കുന്ന സൈഡ് എപ്പോഴും കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഈ ഒമേഗ എനിക്ക് എങ്ങനെ എഴുതാം? ഒമേഗ എനിക്ക് ഒമേഗ കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ് എന്ന് പറയാം എനിക്ക് ഒമേഗനെ. ഓക്കെ അല്ലേ? ആ, ഇതാണ് എനിക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒമേഗ. അപ്പൊ എന്റെ തലയുടെ മുകളിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം ഞാൻ നോക്കുമ്പോൾ ആകാശത്തിന് ഒരു കല്ല് മുകളിൽ കിട്ടുക, കല്ലിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കല്ലിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്രെയിം നോക്കുമ്പോൾ ആ കല്ല് നീങ്ങുന്നുണ്ട് അല്ലെ, വി ഡാഷ് ഉണ്ട്. വി ഡാഷ് ഉണ്ട് പറഞ്ഞാൽ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ട്. കൊറിയോളിസ് ഫോഴ്സിനുള്ള ഫോർമുല എന്താ? കൊറിയോളിസ് ഫോഴ്സിനുള്ള ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. -2m ഒമേഗ ക്രോസ് വി ഡാഷ് അല്ലെ. ഒമേഗ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒമേഗ കോസ് ഫൈ ജെ പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ആണ്. എന്താണ് വി ഡാഷ്? എന്റെ മുകളിൽ നിന്നാണ് ഈ സാധനം വീണുകൊണ്ടിരിക്കുന്നത്. അതായത് എന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ മുകളിൽ കൂടെ നേരെ വീഴാന്ന് പറഞ്ഞാൽ ആ സാധനം വരുന്നത് ഇങ്ങനെയാണ്, എന്റെ തലയുടെ മുകളിൽ കൂടിയാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി താഴത്തോട്ടാണ് വരുന്നത്. അപ്പൊ എനിക്ക് പറയാം അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് വി കെ ആയിരിക്കും. മൈനസ് എന്ന് പറഞ്ഞാൽ അടിയിലോട്ടാണ്, ഡയറക്ഷൻ കെ ആണ്, താഴത്തോട്ട്, നേരെ താഴത്തോട്ടാണ്. അതായത് മൈനസ് വി കെ എന്ന് പറയുന്നത്. നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക? -2m ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ കോസ് ഫൈ ജെ പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്രോസ് വി ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് വി കെ. ക്രോസ് ചെയ്യണം, രണ്ട് ക്രോസ് ചെയ്യണം. അപ്പൊ ഈ മൈനസും കൂടി നമ്മൾ പ്ലസ് ആക്കി. അപ്പൊ മൈനസ് ഇവിടെ നിന്ന് പോയി, പ്ലസ് ആയി. ഇനി ഇതൊരു വെക്ടർ ആണ്. എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ എനിക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ മെട്രിക്സ് ആണ് യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 2m അവിടെ ഇട്ടു. ഇത് ചെയ്യാൻ ആദ്യം നമ്മൾ ഐ ജെ കെ എന്ന് എഴുതി. ഇനി ഐയുടെ ഡയറക്ഷനിൽ വല്ലതും ഉണ്ടോ? ഇല്ല, ഐയുടെ ഡയറക്ഷനിൽ ഒന്നുമില്ല. അപ്പൊ രണ്ടും 0 ആണ്. ജെ ഡയറക്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ? ഒമേഗ ഉണ്ട്. അപ്പൊ ഒമേഗ കോസ് ഫൈ ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് 0. കെ ഡയറക്ഷൻ ആരൊക്കെയുള്ള? ഒമേഗ സൈൻ ഫൈ ഉണ്ട്, പിന്നെ ഒരു ബി ഉണ്ട്. ഓക്കെ ഫൈൻ. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നമുക്കറിയാം ഇത് രണ്ട് 0 ആണ്. അപ്പോൾ ആകെ എക്സിസ്റ്റ് ചെയ്യുന്ന ടേം ഇത് മാത്രമാണ്. ഐ ഡയറക്ഷനിൽ മാത്രം ടേം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2m ഇൻറ്റു ഐ ഡയറക്ഷനിലാണ് ഐ ഇൻറ്റു ഒമേഗ ക്രോസ് ഫൈ ഇൻറ്റു ബി. അപ്പോൾ എനിക്ക് കിട്ടും ഒമേഗ കോസ് ഫൈ ഇൻറ്റു ബി ആണ്. അത് എഴുതി കഴിഞ്ഞാൽ 2mb ഒമേഗ കോസ് ഫൈ എലോങ് ഐ ക്യാപ് ഡയറക്ഷൻ. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കൊറിയോളിസ് ഫോഴ്സ് ഐ ക്യാപ് ഡയറക്ഷനിലായിരിക്കും. ഞാൻ നേരത്തെ വരച്ച ഫിഗർ ഞാൻ മായ്ച്ചു പോയി. ഇതായിരുന്നു ഫിഗർ, അങ്ങനെയാണ് നിൽക്കുന്നു. ഇതാണ് ഒമേഗ ഡയറക്ഷൻ, ഇതായിരുന്നു
കെ ക്യാപ്പ്, ഇതായിരുന്നു ജെ ക്യാപ്പ്. ഇങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ടായിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ടായിരിക്കും ഐ ഉണ്ടാകും. മൈനസ് ഐ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടായിരിക്കും. ഇൻ ടു ദ ബോർഡ് ആൻഡ് ഔട്ട് ടു ദ ബോർഡ്. മൈനസ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടു ദ ബോർഡ് ആയിരിക്കും. സോറി, ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇൻ ടു ദ ബോർഡ് ആയിരിക്കും. മൈനസ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട് ടു ദ ബോർഡ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്, ഒരു സാധനത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. എനിക്ക് ആ സാധനത്തിന് ഉള്ളിക്കൊരു എക്സ്ട്രാ കൊറിയോളിസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് എനിക്ക് തോന്നും അതൊന്ന് ലെഫ്റ്റിലോ അങ്ങോട്ട് ഉള്ളിലോട്ട് ബെൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. അതാണ് ഈ കൊറിയോളിസ് ഫോഴ്സ് പറയുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് സെഡ് ഡയറക്ഷനിൽ ഒരു ബോഡി വീഴുമ്പോൾ അതിന് എന്ത് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു ഇന്ന ചോദ്യം, ഇപ്പൊ സെഡ് ഡയറക്ഷനിൽ ഒരു ബോഡിന്റെ തള്ള മുകളിലൂടെ വീഴുമ്പോൾ അതിന് എനിക്ക് എക്സ്പീരിയൻസ് എന്ന കൊറിയോളിസ് ഫോഴ്സ് ആണ് കണ്ടത്. കാണുമ്പോൾ നമ്മൾ കണ്ട കാര്യം ഒമേഗ ഈക്വൽ ടു ഒമേഗ കോസ് ഫൈ, എന്തായിരുന്നു കോസ് ഫൈ, ഒമേഗ കോസ് ഫൈ, ഒമേഗ കോസ് ഫൈ ജെ. ഓക്കെ, ഒമേഗ കോസ് ഫൈ ജെ പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ആയിരുന്നു എനിക്ക് ഞാൻ കണ്ട ഒമേഗ. ഇനി ഞാൻ ഒബ്സർവ് ചെയ്യുന്ന വെലോസിറ്റി, ഞാൻ നേരത്തെ ഒബ്സർവ് ചെയ്യുന്ന വെലോസിറ്റി സെഡ് ഡയറക്ഷനിൽ വരുന്നു, കെ ഡയറക്ഷനിൽ എനിക്ക് തള്ളമുള്ള വരുന്നതായിരുന്നു. എന്റെ ചോദ്യം ഇപ്പം അതല്ല, ഒരു കാറ്റടിക്കുന്നുണ്ട്, ജെ ഡയറക്ഷനിൽ കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എത്ര നിൽക്കുകയാണ്, അപ്പൊ ജെ ഡയറക്ഷനിൽ കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ കാറ്റ് എന്നെ അനുസരിച്ച് ആ കാറ്റ് നീങ്ങുന്നുണ്ട്, അതായത് ഒരു വി ഡാഷ് ഉണ്ട്. അപ്പൊ ആ കാറ്റിന് എന്തായാലും ഒരു കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ കൊറിയോളിസ് ഫോഴ്സ് എന്നോടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റി, എനിക്ക് അതിന് തോന്നുന്ന വി ഡാഷ് എന്ന് പറഞ്ഞാൽ വി ജെ ആണ് അല്ലെ, വെലോസിറ്റി ജെ ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, എനിക്കറിയാം എന്താണ് കൊറിയോളിസ് ഫോഴ്സിന്റെ ഫോർമുല. കൊറിയോളിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2m ഒമേഗ ക്രോസ് വി ആണ്. മൈനസ് 2m നമ്മൾ ഒമേഗ ക്രോസ് വി ചെയ്യാൻ നേരത്തെ പോലെ തന്നെ മെട്രിക്സ് എടുക്കാം. ഐ ജെ കെ, ഒമേഗ ഐ ഇല്ല ഒമേഗയിൽ, ജെ ഉണ്ട് ഒമേഗ കോസ് ഫൈ, കെ ഉണ്ട് ഒമേഗ സൈൻ ഫൈ. ഇനി വി ജെ ആണ്, അപ്പൊ ഇത് 0, ഇത് വി, ഇത് 0. അപ്പൊ ഐ മാത്രമാണ്, അപ്പം ചെയ്താൽ കിട്ടുക മൈനസ് 2m ഇൻറ്റു ഐ ക്യാപ് ഡയറക്ഷനാണ് സാധനം എടുക്കുന്നത്. ഒമേഗ കോസ് ഫൈ ഇൻറ്റു 0 ആണ്, 0 മൈനസ് ഒമേഗ സൈൻ ഫൈ ഇൻറ്റു വി, ഒമേഗ സൈൻ ഫൈ ഇൻറ്റു വി. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആ മൈനസ് പോയിക്കൊണ്ട് രണ്ടും കൂടി പ്ലസ് ആവും. ബൈ കിട്ടുക 2m ഒമേഗ സൈൻ ഫൈ ഇൻറ്റു വി ആണ്, ഇൻറ്റു വി. അപ്പൊ അവിടെ 2v എഴുതുന്നു, 2v m ഒമേഗ സൈൻ ഫൈ എലോങ് ഐ ക്യാപ് ഡയറക്ഷൻ, along I cap direction. ഇതാണ് എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഐ ക്യാപ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പുറത്തേക്ക് ഒരു ഫോഴ്സ്, ജെ ഡയറക്ഷനിൽ കാറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് ഒരു ഫോഴ്സ്, റൈറ്റ് വാർഡ് ഒരു ഫോഴ്സ് എനിക്ക് തോന്നും എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ് ഫൈ? ഫൈ എന്ന് പറഞ്ഞാൽ നേരത്തെ ചിത്രം വരച്ചായിരുന്നു. ഫൈ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ നിൽക്കുന്ന ഇത് ഞാനാണെങ്കിൽ, സോറി സെന്റർ ഇതാണ് കേട്ടോ, ഇതാണ് സെന്റർ. ഞാൻ നിൽക്കുന്ന ഈ ഇതിനെയാണ് ഞാൻ ഫൈ എന്ന് പറയുന്നത്, ഈ ആംഗിളിനെയാണ് ഞാൻ ഫൈ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ സൈൻ ഫൈ ആണ് വന്നത്, നേരത്തെ കോസ് ഫൈ ആണ് വന്നത്. കോസ് ഫൈ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതായത് കോസ് ഓഫ് ഫൈയും കോസ് ഓഫ് മൈനസ് ഫൈയും ഈക്വൽ ആണ്. കാരണം കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോസ് കൊണ്ട് നമ്മൾ ചിന്തിക്കില്ല. സൈൻ നോക്കുകയാണെങ്കിൽ സൈൻ ഫൈയും സൈൻ ഓഫ് മൈനസ് ഫൈയും രണ്ടും രണ്ടാണ്. സൈൻ ഫൈ ഈക്വൽ ടു മൈനസ് സൈൻ ഫൈ ആണ്, സോറി മൈനസ് സൈൻ ഓഫ് മൈനസ് ഫൈ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു നേരത്തെ ഒരു സാധനം മുകളിൽ നിന്ന് വീഴുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് വീഴുമ്പോൾ ഇവിടുന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു, ഇവിടുന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു, രണ്ട് ഭാഗത്തുനിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു. ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ട്രിഗ്നോമെട്രിയിൽ
നമ്മൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫൈ എന്നും, താഴത്തോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മൈനസ് ഫൈ എന്നാണ് പറയുക. ഈ മോഷനെ ഫൈ എന്നും ഈ മോഷനെ മൈനസ് ഫൈ എന്നാണ് ട്രിഗണോമെട്രി യൂസ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറയുകയാണ് അർത്ഥത്തിൽ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ വേറൊരു ഒരാൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിന്ന് വീഴാണ്, എൻ്റെ തലയുടെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ വീഴാണ്, ഇയാളുടെയും തലയുടെ മുകളിൽ നിന്ന് ഇയാൾ ഇങ്ങനെയല്ല നിൽക്കുക, ഇയാളുടെയും തലയുടെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ വീഴാണ്. രണ്ടുപേർക്കും ഒബ്സർവ് ചെയ്യുന്നത് കോസ് ഫൈ ആയിരിക്കും. 2 m⍵v കോസ് ഫൈ ആയിരിക്കും രണ്ടുപേർക്കും ഒബ്സർവ് ചെയ്യുക. കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഐ ക്യാപ്പ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഉള്ളിലോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഉള്ളിലോട്ടാണ് പോകുന്നത്, ഇയാൾക്ക് തോന്നും അതിന് ഉള്ളിലോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ്. രണ്ടുപേർക്കും അതാണ് ഒബ്സർവ് ചെയ്യുക. അത് കോസ് ഫൈ ആയതുകൊണ്ട്. ഈ ഇവിടേക്ക് വരാം, ഇത് 2v m⍵ sin φ ആണ്. മോളിൽ നിൽക്കുന്ന ആൾക്ക് തോന്നും 2v m⍵ sin φ ഐ ക്യാപ്പ്. അയാൾക്ക് തോന്നും ഇത് ഉള്ളിലോട്ടാണ് പോകുന്നത്, ഫൈൻ, ഉള്ളിലോട്ടാണ് പോകുന്നത് അയാൾക്ക് തോന്നും. അടിയിലുള്ള ആൾക്കോ അയാളുടെ ആംഗിൾ ഇപ്പൊ -φ ആണ്, -φ ആണ്. അപ്പൊ അടിയിൽ നിൽക്കുന്ന ആൾക്ക് തോന്നാം ഇത് സൗത്ത് പോളിൽ നിൽക്കുന്ന ആൾക്ക്, ഇത് നോർത്ത് പോളിലാണ്, നോർത്ത് പോളിൽ തോന്നുന്നതാണ്, നോർത്ത് പോളിൽ. സൗത്ത് പോളിൽ നിൽക്കുന്ന ആൾക്ക് തോന്നാം, സൗത്ത് പോളിൽ നിൽക്കുന്ന ആൾക്ക് തോന്നാം അത് 2v m⍵ സൈൻ ഓഫ് -φ ആണ്. സൈൻ ഓഫ് അയാളുടെ ആംഗിൾ -φ ആണ് എലോങ് ഐ ക്യാപ്പ്. അത് ചെയ്തു കഴിഞ്ഞാൽ സൈൻ ഓഫ് മൈനസ് സൈൻ ഫൈ ആണ്. അപ്പൊ 2v m⍵ മൈനസ് സൈൻ ഫൈ, സൈൻ ഫൈ മൈനസ് ഞാൻ ഐ ക്യാപ്പിന് കൊടുത്തു, ആ മൈനസ് ഐ ക്യാപ്പിലോട്ട് കൊടുത്തു. അപ്പൊ എനിക്കെന്ത് തോന്നുന്നത്, ഇയാൾക്ക് തോന്നുന്നത്, മുകളിൽ നിൽക്കുന്ന ആൾക്ക് തോന്നുന്നത് ആ കാറ്റുമുണ്ടാവുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റിവറുമുണ്ടാവുന്ന ഫോഴ്സ് ഉള്ളിലോട്ടാണ്. താഴെ നിൽക്കുന്ന ആൾക്ക് തോന്നുന്നത് അത് മൈനസ് ഐ ക്യാപ്പിലാണ്. ഇയാൾക്ക് ഐ ക്യാപ്പ് ഡയറക്ഷനും ഇയാൾക്ക് മൈനസ് ഐ ക്യാപ്പ് ഡയറക്ഷനിലുമാണ്. അതായത് ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ മുകളിലുള്ള ആൾക്ക് നോർത്ത് പോളിലുള്ള ആൾക്ക് തോന്നുന്ന കൊറിയോളിസ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് താഴെ നിൽക്കുന്നത് നമുക്ക് തോന്നുക. ചുഴലിക്കാറ്റ് സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു നോർത്ത് പോളിൽ കറങ്ങുന്ന ഡയറക്ഷനിൽ എൻ്റെ ഓപ്പോസിറ്റ് ആണ് അടിയിൽ കറങ്ങുക. ഡയറക്ഷൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഉള്ളിലേക്കാകുമ്പോൾ ഈസ്റ്റ് ആണ്. ഓക്കെ, മുകളിൽ ഈസ്റ്റിലായിരിക്കും, താഴെ വെസ്റ്റിലായിരിക്കും ചുഴലിക്കാറ്റ് കറങ്ങുക. അതിന്റെ കാരണം കൊറിയോളിസ് ഫോഴ്സ് ഈ ഫൈ വന്നതുകൊണ്ടാണ്. രണ്ടിനെയും ഫൈ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. രണ്ടിനെയും ഫൈ ഓപ്പോസിറ്റ് ആയതുകൊണ്ടല്ല, ആ രണ്ട് ഫൈയുടെ ഫംഗ്ഷൻ സൈൻ ആയിരുന്നു. ആ ഫൈ വരുന്ന ഫംഗ്ഷൻ സൈൻ ആയിരുന്നു. സൈൻ ആയിരുന്നു പറഞ്ഞാൽ സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അതായത് സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് മുകളിൽ ചുഴലിക്കാറ്റ് കറങ്ങുമ്പോൾ അത് വെസ്റ്റിലും, മുകളിലൊരു ചുഴലിക്കാറ്റ് കറങ്ങുമ്പോൾ നോർത്ത് പോളിൽ കറങ്ങുമ്പോൾ ഈസ്റ്റിലും, താഴത്തുനിന്ന് കറങ്ങുമ്പോൾ വെസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം ട്രിഗ്നോമെട്രി ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. അതാണ് ശരിക്കും പറയാൻ പറഞ്ഞത്. അപ്പൊ ശരി, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക് യു.